അപ്പോൾ ഒരുപാട് പുരുഷന്മാർക്ക് ഇപ്പം ഈ ഇടയായിട്ട് ഒരു തെറ്റിദ്ധാരണയുണ്ട്. അതായത് എഡ്യൂക്കേഷൻ കൂടിക്കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് അവർ നമ്മളെ വേണ്ടാന്ന് വെക്കും, അങ്ങനെയൊക്കെ. അതൊക്കെ ഒരു ഇൻസെക്യൂർ ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ്. അതായത് അവർ സത്യം തിരിച്ചറിയും എന്നുള്ളതാണ്. അതായത് നല്ല ആണിനെയും ചീത്ത ആണിനെയും തമ്മിൽ വേർതിരിക്കാൻ പഠിക്കും. അപ്പം അത് എല്ലാ ആണുങ്ങൾക്കും പെണ്ണിനെ കിട്ടില്ല അപ്പം അവസാനം. അതിൻ്റെ ഒരു പ്രശ്നമായിരിക്കും. എനിക്ക് ലാസ്റ്റായിട്ട് ചോദിക്കാനുള്ളത്, ഇപ്പോൾ കോർട്ടിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഡൈവോഴ്സ് കേസുകളൊക്കെ പെരുകുകയാണ്, വിവാഹമോചന കേസുകൾ. അപ്പോൾ അതിനുള്ള റീസൺ എന്തായിരിക്കും? കെട്ടിഘോഷിച്ച് കല്യാണം കഴിക്കും, അതിനുശേഷമുള്ളൊരു വേർപിരിയൽ. അത് വിവാഹശേഷം കുട്ടികൾ ജനിച്ചിട്ടാകാം, ജനിക്കാണ്ടും ആകാം. അപ്പോൾ അവരോടുള്ളൊരു കാഴ്ചപ്പാടെന്താ? അത് കാര്യം ഞാൻ പറയാം. അതായത് ഇപ്പോൾ ഫെമിനിസം എന്ന് പറഞ്ഞൊരു സംഭവത്തിൻ്റെ ഒരു നല്ല വശവും ചീത്ത വശവും ഉണ്ട്. ഇപ്പോൾ 80% സ്ത്രീകളാണ് കോർട്ടിൽ ഡിവോഴ്സിന് വേണ്ടി ഫയൽ ചെയ്യുന്നത്. ഒരു 20% താഴെ ആണുങ്ങൾ ഫയൽ ചെയ്യുന്നുള്ളൂ ഡിവോഴ്സിന് വേണ്ടി. കാരണം സ്ത്രീകൾ ഒരു ഫെമിനിസം മൂലം, ഇക്വാലിറ്റി മൂലം ഒരുപാട് മുന്നോട്ട് പോയി. പക്ഷെ ആണുങ്ങളുടെ ചിന്താഗതി അതിനൊപ്പം ഉയർന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് ഒരു സ്ത്രീ ഇപ്പോൾ ജോലി പുറത്തും ചെയ്യണം, വീട്ടിൻ്റെ ഉള്ളിലും വന്ന് ചെയ്യണം. അപ്പോൾ അവർക്കത് അതിൻ്റെ ആവശ്യം എന്താണെന്ന് അവർ ആലോചിക്കുന്നത്. ഞാൻ എന്നെ തന്നെ മാനേജ് ചെയ്താൽ പോരെ എന്നാണ് വിചാരിക്കുന്നത്. എന്തിനാണ് ഞാൻ ഒരു കുട്ടി പ്രസവിക്കുന്ന കുട്ടിയും പിന്നെ വേറെ ആരോ പകുതി വളർത്തി വിട്ട കുട്ടീനെയും കൂടി അവർക്ക് നോക്കാനിപ്പോൾ വയ്യ. അതായിരിക്കും ഒരു കാരണം. ആളുകൾ കുറച്ചുകൂടെ മെച്ചോർഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ഡിവോഴ്സ് കേസ് കുറയ്ക്കാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? സ്ത്രീ എന്ന മെസ്സേജ് സ്ത്രീകൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോ? സ്ത്രീകൾക്കാണ് മെസ്സേജ് എങ്കിൽ നിങ്ങളുടെ മകനെ കുറച്ചും കൂടെ മെച്ചോർഡ് ആയിട്ട് വളർത്തുക. മകനെ, അത് എന്റെ അഭിപ്രായം അതാ. മകനെ കുറച്ചുകൂടെ മെച്ചോർഡ് ആയിട്ട് വളർത്തുക. സ്ത്രീയെ അതല്ല, ഒരു ഭാര്യയും ഭർത്താവും വേർപിരിയലിന്റെ വക്കിൽ നിൽക്കുകയാണെങ്കിൽ, നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ അവരോട് എന്താ പറയാനുള്ളത്? കല്യാണം കഴിച്ചിട്ട് ഇത്ര വർഷത്തിനുള്ളിൽ ഭാര്യ അത്ര പോരാ എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരോട് എന്താ? രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്, ഭർത്താവ് പോരാ, ഭാര്യ പോരാ. ചിരിക്കാനുള്ളതല്ല ഞാൻ പറഞ്ഞ കാര്യത്തിൽ കിടക്കാം. അപ്പൊ അത് എന്നോട് എന്താണ് ഒരു മനോഭാവം? ഇപ്പൊ പണ്ടത്തെ പോലെ അഡ്ജസ്റ്റ്മെന്റ് ഇല്ലല്ലോ. ചെറിയ കാര്യത്തിന് തന്നെ അടിച്ചു പിരിയാന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഇപ്പോൾ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ജീവിക്കാനുള്ള പൈസയുണ്ട്, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, സോഷ്യൽ സെക്യൂരിറ്റി നിയമങ്ങളും വളരെ ഭേദമാണ് ഇപ്പോൾ. പണ്ട് നമുക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. അപ്പം നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കണ്ടില്ല എന്നടിക്കും, അഡ്ജസ്റ്റ് ചെയ്ത് പോവും. ഇപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ, അതായത് ഞാനൊരു എക്സാമ്പിൾ പറയാം. മൈക്രോ മിഡി ധരിക്കാനായിട്ട് ഭർത്താവ് സമ്മതിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഡിവോഴ്സ് കേസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു സംസാരിച്ച് അത് ശരിയാക്കാം, ഒരു കൗൺസിലിങ്ങിലൂടെ ശരിയാക്കാവുന്നതേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒപ്പീനിയൻ. പക്ഷെ അത് മൈക്രോമീഡിയ തന്നെ നിൽക്കുമായിരുന്നോ അതോ ഇനിയും മുകളിലേക്ക് പോകുമെന്ന് നമുക്കറിയില്ല. അതവരുടെ ജീവിതം ചോദിക്കാനുള്ള ചോദ്യം എന്ന് വെച്ചാൽ, ഈ കല്യാണം കഴിഞ്ഞ ശേഷം ഈ വീട്ടിലൊരു അമ്മ ഉണ്ടാവുമല്ലോ, ഭർത്താവിൻ്റെ അമ്മ. അപ്പോൾ അമ്മയോട് തല്ലുപിടുത്തം ഉണ്ടാക്കിയിട്ട് അമ്മ മാറി താമസിക്കുന്ന ഒരവസ്ഥ. ഇപ്പോൾ ഒരു വീട്ടിൽ ഒരു 3-4 മക്കളുണ്ടെങ്കിൽ അവരോടൊപ്പം പോയി നിൽക്കുന്ന ഒരു മകൻ്റെ കൂടെയാണ് ശരിക്കും അമ്മമാർ ജീവിക്കേണ്ടത് മരണം വരെ. പക്ഷെ ചില വീടുകളിൽ നേരെ ഓപ്പോസിറ്റായിട്ട് പെൺമക്കളുടെ വീട്ടിൽ പോയി നിൽക്കേണ്ട ഒരു അവസ്ഥ വരുന്നിട്ടുണ്ട് ഇന്നത്തെ. എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുകയാണ്, ഇന്നത്തെ ഒരുപാട് മാതാപിതാക്കൾക്ക്. അപ്പം അതിനോടുള്ളൊരു കാഴ്ചപ്പാട് എന്താണ്? കാരണം കെട്ടിച്ചു വിട്ട വീട്ടിൽ പോയിട്ട് മരുമകൻ്റെ വീട്ടിൽ പോയി താമസിക്കുന്ന ഒരുപാട് ആൾക്കാർ എനിക്ക് പരിചയപ്പെടും. എല്ലാ പേര് ഞാൻ പറയുന്നില്ല, സ്വന്തം അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്. അതിനെക്കുറിച്ച് എന്താ പറയുക? എനിക്കതിൽ ഒരു തെറ്റും തോന്നുന്നില്ല. അവരവർക്ക് സൗകര്യമുള്ള പോലെ അവർ ജീവിക്കട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം മരുമക്കളെ മനസ്സിലാക്കാത്ത എന്തായിരിക്കും അമ്മായിയമ്മമാര്? അതിനുള്ള കാരണം ഇതുവരെ അവരുടേതാണ് എന്നുള്ള ഒരു ആള് മറ്റൊരാൾ പറിച്ചെടുക്കുന്നു, അല്ലെങ്കിൽ ഇനി കേൾക്കാൻ പോകുന്നത് ആ വ്യക്തിയുടെ വാക്കാണ്. ഇതുവരെ എൻ്റെ മോനെ എൻ്റെ വാക്കായിരുന്നു കേട്ടിരുന്നത്, ഇനി വേറൊരു സ്ത്രീ ആയിരിക്കും അവനെ കൺട്രോൾ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ അവൻ കേൾക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അവൻ സ്നേഹിക്കാൻ പോകുന്നത് എന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടാവാം ഒരു പക്ഷേ. മിക്ക സ്ഥലങ്ങളിലും മാറി താമസിക്കുന്ന കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെ ആയിരിക്കാം? കാരണം ഒരു ഭാര്യ ഭർത്താക്കന്മാർ മാത്രം താമസിക്കുമ്പോൾ അവിടെ ഒരു അമ്മായിയമ്മക്ക് അവരുടെ ജീവിതാവസാനമായ സ്ഥാനമില്ലെന്ന് ഞാൻ ചോദിക്കണം. സ്ഥാനമുണ്ട്, പക്ഷെ അതുപോലെ സ്ത്രീയുടെ അമ്മയ്ക്ക് സ്ഥാനം ഉണ്ടാവണമല്ലോ. അവർക്കും ഒരമ്മയില്ലേ? ആർക്ക്?
ആ പെണ്ണിനും ഒരു അമ്മയില്ലേ, ഭാര്യക്കും അമ്മയുണ്ടല്ലോ, രണ്ടുപേർക്കും അമ്മമാരില്ലേ. അപ്പൊ ഒരാളുടെ അമ്മയ്ക്ക് മാത്രം കൂടുതൽ ഇമ്പോർട്ടൻസ് എന്താ? ഞാൻ ചെറിയ കാര്യം ചോദിക്കുക. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ ഞാൻ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ എന്താ പറയുക, മകൻ്റെ വീട്ടിൽ നിൽക്കുന്ന ആൾക്ക് പെങ്ങളുടെ വീട്ടിൽ പോയി നിൽക്കുക, പെൺമക്കളുടെ വീട്ടിൽ പോയി. ഇപ്പോൾ ഈ നേരെ ഓപ്പോസിറ്റ് ഇപ്പോൾ ചെയ്യുന്ന പ്രവണത എന്ന് വെച്ചാൽ മകൻ ഒരു ഭാര്യ വീട്ടിൽ പോയി നിൽക്കുന്ന ഭർത്താവ്, മനസ്സിലായോ? സ്വന്തം ഭാര്യയുടെ വീട്ടിലാണ് പോയി നിൽക്കേണ്ട അവസ്ഥ. അപ്പൊ അതിനെപ്പറ്റി എങ്ങനെ നോക്കിയാണെന്ന്? അത് സൗകര്യമുള്ളവരെ പോലെ അവിടെ പോയി നിൽക്കട്ടെ. ചിലപ്പോൾ അവിടെ ജോലി അടുത്തായിരിക്കും, അപ്പൊ അവിടെ പോയി നിൽക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കാം, അപ്പൊ അവിടെ കുറച്ചും കാലഘട്ടത്തിന്റെ ഒരു രീതി അനുസരിച്ച് കാലഘട്ടത്തിന്റെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പോ കല്യാണം കഴിച്ച് ഭർത്ത വീട്ടിലേക്ക് പോകുന്ന സ്ത്രീകൾ അത്ര നല്ല ഒരു വരവേൽപ്പായിരിക്കില്ല. പക്ഷെ ഭർത്താവ് ഭാര്യയുടെ വീട്ടിൽ പോകുമ്പോൾ നന്നായിട്ട് നല്ല ഭക്ഷണമൊക്കെ കിട്ടും, നല്ല രാജകുമാരനെ പോലെ അവിടെ നോക്കുന്നു മിക്കപ്പോഴും. അത് കറക്റ്റാ. പക്ഷെ ചിലർക്ക് അത് പിടിക്കാത്ത ചില അതൊരു ഈഗോ, ആണുങ്ങളുടെ വെറും ഈഗോ ആണ്. ആണുങ്ങളല്ല, മറ്റേ അവരുടെ പെൺമക്കൾ അല്ല, എന്താ പറയാ, പെങ്ങന്മാരുള്ള ആൾക്കാരെ കുശുമ്പ് പറയുന്നുണ്ട്, ഭാര്യ വീട്ടിൽ പോയി നിൽക്കുന്നതും നാട്ടുകാരും അങ്ങനെയൊക്കെ അല്ലേ. അതിനോട് എന്താ യോജിപ്പാണോ? അതിപ്പോ നമ്മുടെ വടക്കൻ കേരളത്തില് ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. ഭാര്യ വീട്ടിലേക്ക് ഒരു മാസം ഭാര്യ വീട്ടിൽ പോയി നിൽക്കുക, അടുത്ത മാസം സ്വന്തം വീട്ടിൽ പോയി നിൽക്കുക, അങ്ങനത്തെ പ്രവണതയോട് എന്താ പറയാ? വളരെ നല്ലതാണ്. പക്ഷേ ഒരു സ്റ്റെബിലിറ്റി കിട്ടില്ല ലൈഫിൽ. ഒരു മാസം അവിടെ ഒരു മാസം ഇവിടെ, നമുക്കൊരു ലൈഫ് ഒന്ന് സെറ്റ് ആവണ്ടേ. പിന്നെ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്ന് വെച്ചാൽ, കല്യാണം കഴിഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞാൽ 2 വർഷം കഴിഞ്ഞാൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണെന്നറിയാം? കുട്ടികളൊന്നും ആയില്ലേ? അതാണോ? അങ്ങനത്തെ ഒരു ചോദ്യം. അപ്പൊ അത് എന്റെ പച്ചത്തിൽ ചിലർക്ക് അങ്ങനെ ഒരു സംഭവങ്ങളുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായിട്ട് കുഞ്ഞുങ്ങൾ ജനിക്കാത്ത അവസ്ഥയുണ്ട്. അതിനോടുള്ള എന്താണ് അഭിപ്രായം, ഈ ഒരു മെഡിക്കൽ സയൻസിനോട്? ഒന്നെങ്കിൽ അവര് എന്തായിരിക്കും ആ ഒരു സംഭവം, ആ ഒരു എന്താ പറയാ, പ്രോസസ് എന്ന് പറയാൻ പറ്റൂല അല്ലേ? ആ ഒരു പ്രോസസ്സ്, കുഞ്ഞ് ജനിക്കുന്ന ഒരു പ്രക്രിയ അല്ലേ? അപ്പം അത് നടക്കാത്തത് എന്തുകൊണ്ടായിരിക്കാം? നമ്മൾ കണ്ടുകൊണ്ടുന്നൊരു എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ 1 വർഷത്തിനുള്ളിലേക്ക് കുട്ടി ജനിക്കുക എന്നുള്ളതാണ് പണ്ട് മുതലുള്ള കേൾവി കാണുന്നതും. പക്ഷെ ഇപ്പോൾ നാട്ടിൽ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷം കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങൾ ജനിക്കുന്നില്ല. എന്തുകൊണ്ടായിരിക്കാം? ഒന്നെങ്കിൽ അവർ പ്ലാൻ ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ഇൻഫെർട്ടിലിറ്റി ആയിരിക്കാം. മെയിൻ കാരണം ഞാൻ കാണുന്നത് നമ്മളുടെ ഭക്ഷണത്തിൽ നിന്നായിരിക്കും. ഇൻഫെർട്ടിലിറ്റിയുടെ ഒരു റീസൺ പറയുകയാണെങ്കിൽ ഒബീസിറ്റി, തടി കൂടുന്നു, ഇൻഫെർട്ടിലിറ്റി, പ്രായം കൂടിയിട്ടാണ് ഇപ്പോൾ കല്യാണം കഴിക്കുന്നത്. കറക്റ്റ് പ്രായത്തിലായിരിക്കില്ല കല്യാണം കഴിക്കുന്നത്. ആ കല്യാണം കഴിക്കേണ്ട പ്രായത്തിലല്ലാതെ ജോലിയൊക്കെ കിട്ടി ഫിനാൻഷ്യലി സ്റ്റേബിളായി കഴിഞ്ഞൊക്കെ കല്യാണം കഴിക്കുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. അണ്ടോൽപാദനം കുറയും, തടി കൂടും, PCOD, അങ്ങനത്തെ പല പല അസുഖങ്ങളുണ്ടാവും സ്ത്രീകളെ. പുരുഷന്മാരാണെങ്കിൽ ഡ്രഗ്സ് റിലേറ്റഡ് ആൽക്കഹോൾ, സിഗരറ്റ്. ഡോക്ടർ അല്ലേ? അപ്പോൾ എന്തായാലും മെഡിക്കലായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റുമല്ലോ, സൈക്കോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ എന്താ പറയുക, ശരാശരി മലയാളികളുടെ ഒരു പുരുഷന്റെ കല്യാണ പ്രായം എത്രയാണ്? സർക്കാർ നിയമപ്രകാരം പറയണ്ട, അല്ലാണ്ട് കറക്റ്റ് പറയും. ബയോളജിക്കലി പറയുകയാണെങ്കിൽ പുരുഷന് ഞാൻ പറഞ്ഞ വിവാദവും 14-13 കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടി ഉണ്ടാവും. പക്ഷേ ബയോളജിക്കലി പറയുകയാണെങ്കിൽ ഒരു 30-നുള്ളിൽ കുട്ടിയാവുന്നതായിരിക്കും ഉത്തമം. എത്ര വയസ്സ് കല്യാണം കഴിക്കണം നിർബന്ധമായി? ഇപ്പോൾ ഈ ഒരു കുട്ടികളൊക്കെ ജനിക്കണമെങ്കിൽ എത്ര വയസ്സ് കല്യാണം കഴിച്ച് തുടങ്ങണം? അതിൽ 2 കാര്യമുണ്ട്. ഒന്ന്, ബയോളജിക്കലി കുട്ടി ഉണ്ടായാൽ മാത്രം പോരല്ലോ, ആ കുട്ടീനെ നോക്കാനും കൂടിയുള്ള കേപ്പബിലിറ്റി വേണമല്ലോ. അപ്പൊ അതെല്ലാം കൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 25-ന് ശേഷമായിരിക്കും നല്ലത്, 30-നുള്ളിൽ. 30 വയസ്സ് കഴിഞ്ഞ് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും കൂടെ വേണ്ടേ ആ കുട്ടീനെ ആരോഗ്യത്തോടെ വളർത്താനും കൂടെ. പിന്നെ ഒരു ഇമോഷണലി ഫിനാൻഷ്യലി എല്ലാം സ്റ്റേബിൾ ആവണ്ടേ നമ്മള്. ബയോളജിക്കലി കുട്ടി ഉണ്ടാകാനാണെങ്കിൽ 14 വയസ്സ് തൊട്ട് നമുക്ക് കുട്ടി ഉണ്ടാക്കാം. പക്ഷെ അതിൽ കാര്യമില്ലല്ലോ, ആ കുട്ടീനെ വളർത്താൻ കൂടെ വേണ്ടേ. ശരി, അപ്പോൾ താങ്ക് യു. ക്രിസ്മസ് എവിടേക്കോ പോയി. ഹാപ്പി